ദിവ്യ, ഡൽഹിയിൽ സാധാരണ നിലയിൽ സമരങ്ങൾ വലിയ രീതിയിൽ ബാധിക്കാറില്ല. കടകൾ തുറക്കുകയും വാഹനങ്ങളെല്ലാം സർവീസ് നടത്തുകയും ചെയ്യുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. സമാനമായി ഇന്നും ഡൽഹിയിൽ കടകളെല്ലാം തുറന്നു വരുന്നുണ്ട്. ഒപ്പം വാഹനങ്ങൾ ഉൾപ്പെടെ സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ സാധാരണ നിലയിൽ സമരം നടത്താനുള്ള അനുമതി സർക്കാർ നൽകാറില്ല. അതുകൊണ്ട് ഇന്ന് യൂണിയനുകളുടെ പ്രതിഷേധം ഉച്ചയ്ക്ക് 2:30 ഡൽഹി ജന്തർ മന്ദറിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. 10-ലധികം യൂണിയനുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. BMS മാത്രമാണ് ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് അറിയുന്നത്. മറ്റു സംഘടനകളെല്ലാം ഈ സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തെ 25 കോടിയിലധികം ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമാകുമെന്നാണ് ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന 17 ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ നിരന്തരമായി കേന്ദ്ര സർക്കാർ നിരസിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രേഡ് യൂണിയനുകൾ അറിയിച്ചത്. അതുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമരം രാജ്യവ്യാപകമായി നടത്താനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ സമരത്തോട് ഐക്യപ്പെടുകയും അതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ട്രേഡ് യൂണിയനുകളുടെ നേതാക്കൾ ഡൽഹിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഡൽഹിയിലാണ് ഇത്തരമൊരു സമരങ്ങളെ ബാധിക്കാത്തത്. മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് അസം, അതോടൊപ്പം തന്നെ നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ സമരം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ സമരം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ തൊഴിൽ മുടക്കിയുള്ള ഒരു സമരത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി സമയം, ഒരു 10 മണിക്ക് ശേഷം കൂടുതൽ സമരങ്ങളുമായി തൊഴിലാളി സംഘടനകൾ വിവിധ സംസ്ഥാനങ്ങളിൽ രംഗത്തെത്തുമെന്നാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ചിലയിടങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ CHUയുടെ ഉൾപ്പെടെ ആളുകൾ സംഘടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ 10 മണിയോടുകൂടി സംഘടിപ്പിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എത്രയും വേഗം കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നാണ് ഈ സമരക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. തൊഴിലാളികളുമായി കേന്ദ്ര സർക്കാർ മുമ്പ് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചയ്ക്ക് പോലും തൊഴിലാളി സംഘടനകളെ വിളിക്കാത്ത ഒരവസ്ഥയുണ്ട് നിലവിൽ. അതുകൊണ്ട് അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരണം. മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ എത്രയും വേഗം അംഗീകരിക്കണമെന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ സമരം ഇതൊരു സൂചനാ സമരമാണ്. ഇനിയും തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നിരന്തരമായി ഉണ്ടായി വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയും ശക്തമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ദേശീയ പണിമുടക്കാണ് എങ്കിലും രാജ്യതലസ്ഥാനത്ത് വലിയ രീതിയിൽ ഈ ദേശീയ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. അവിടെ സാധാരണ രീതിയിൽ തന്നെയാണ് ജനജീവിതം. അവിടെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, ഓഫീസുകളിലേക്ക് പോകുന്നുണ്ട്. കാര്യമായ രീതിയിൽ തന്നെ, സാധാരണ രീതിയിലുള്ളതുപോലെ തന്നെ ബസ് സർവീസുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.